പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ്, പുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ്, തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ്, തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് കാപ്രിക് ആസിഡ്, നെല്ലിൽ അടങ്ങിയിരിക്കുന്നത് ഫെറ്റിക് ആസിഡ്, ഉറുമ്പ് തേനീച്ചയിൽ അടങ്ങിയിരിക്കുന്നത് ഫോർമിക് ആസിഡ്, നാരങ്ങ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്. തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്, തൈര്, മോര്, ലാക്റ്റിക് ആസിഡ്. ബാറ്ററിൽ അടങ്ങിയിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്, മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്, ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, സോഡാ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്, വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്നത് കാറ്റച്ചോണിക് ആസിഡ്. തൈര്, മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്, ബാറ്ററിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്, മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ്, ചോക്ലേറ്റ് അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ്, സോഡാ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്, വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്നത് കാറ്റച്ചോണിക് ആസിഡ്. തൈരിലും മോരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ബാറ്ററിൽ അടങ്ങിയിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്, മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ്, ചോക്ലേറ്റ് അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, സോഡാ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്, വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്നത് കാറ്റച്ചോണിക് ആസിഡ്.